ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു കിഡിലൻ മുതൽ തന്നെയാണ് കേട്ടോ. ബുൾ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. 52-62 കൺട്രീസിലോട്ട് മറ്റേ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കിഡിലൻ കമ്പനി ആയിട്ട് മാറിയിട്ടുണ്ട്. നിലവിലെ ബ്ലാക്ക് ഹോയിൽ ഓർഡറിൻ്റെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഒക്കെ മാറ്റം വരുത്തിയിട്ട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിഡിലൻ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു കിഡിലൻ മോഡലാണിത്. SD76 IX+ എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന സൂപ്പർ സ്മാർട്ട് ബ്ലാക്ക് ഹോയിൽ ലോഡർ. SD76 എന്നാണ് ഇതിൻ്റെ ഒരു മോഡലിൻ്റെ ഒരു പേര് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നെ ആദ്യം പറയുകയാണെങ്കിൽ, സാധാരണ നോർമൽ ബ്ലാക്ക് ഹോയിൽ ലോഡറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8.71 ഫീറ്റ് ആണ്. പക്ഷേങ്കിൽ ഇതിന് വരുന്നത് 9.71 ഫീറ്റിലാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഒരു തൊട്ടി, ഈ ഒരു സാധനമല്ലേ ഇതിന് പറയണ ബാക്ക് ബക്കറ്റ്. ഈ ബാക്ക് ബക്കറ്റ് കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കറക്റ്റ്. നമ്മളിപ്പം ഡ്രൈനേജിൻ്റെ ആണെങ്കിലും സെപ്റ്റിക് ടാങ്കിൻ്റെ ഒക്കെ കുഴികൾ എടുക്കണമെങ്കിൽ കറക്റ്റ് സ്ക്വയർ കട്ടിങ്ങിലൊക്കെ എടുക്കണമെങ്കിൽ ആ ഒരു ഷാർപ്നെസ്സിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ആ ഒരു കണ്ടീഷനിൽ ഡിസൈൻ ചെയ്തിട്ടാണ് ബാക്ക് ബക്കറ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിൽ മാറ്റം വരുത്തിയിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്പെസിഫിക്കേഷനിൽ വരുന്നതാണ് ഇതിൻ്റെ ബാക്ക് ലോഡർ. ബാക്ക് ലോഡറിന് 201 ഡിഗ്രി ഇത് ഓപ്പൺ ആയിരിക്കും. മീൻസ് അത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഈ ബ്ലാക്ക് ഓയിൽ ഓർഡറിൻ്റെ ഈ ബാക്ക് ബാക്കറ്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രി മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. ഇത് 201 ഡിഗ്രി ഓപ്പൺ ആവും. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എഞ്ചിൻ ആയിട്ടുള്ള കിർലോസ്കറിൻ്റെ BS4 ടെർബോ ഇല്ലാത്ത എഞ്ചിനാട്ടോ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അത്രയും പെർഫോമൻസ് കൂടുതലായിട്ട്, അതേപോലെ ഫ്യൂവൽ മീൻസ് നമ്മളെ ഫ്യൂവലിൻ്റെ ചിലവ് വളരെയധികം കുറച്ച് അത്യാവശ്യം എന്താ പറയുക, കംഫർട്ടായിട്ട് ഏറ്റവും മിതമായിട്ട് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് ഒരുമാതിരിപ്പെട്ട വാഹനങ്ങൾക്കെല്ലാം ചില എഡിഷനുകളിലൊക്കെ വന്നിരിക്കുന്ന ഗിയർ ബോക്സിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ അതിനാണെങ്കിൽ കരാറോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ബ്രാൻഡായ കരാറോൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ ബോക്സ് ആണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്. നോർമലി ബ്ലാക്ക് ഹോയിൽ ഓർഡറിന് മെയിൻ്റെനൻസ് ആയിട്ട് മെയിനായിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യം ഗ്രീസ് അപ്ലൈയിങ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ആക്സിലിന് ലൈഫ് ലോങ് എന്താ പറയുക, ഗ്രീസ് ചെയ്യേണ്ടാത്ത രീതിയിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ മെയിൻ ആക്സിലിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രീസ് കയറ്റി അടയ്ക്കേണ്ട കാര്യമില്ല. മീൻസ് അതിൻ്റെ സെൻറ്റർ പിന്ന് ലൈഫ് ലോങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പം പ്രൊഡക്ഷൻ കമ്പനി നടത്തിയിരിക്കുന്നത്. ഗ്രീസ് അപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്, ടയർ ഹബ് കേട്ടോ. അപ്പോൾ ഈ ടയർ ഹബിൽ നോർമലി ഈ ഒരു പോയിന്റിൽ നമ്മൾ ഗ്രീസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലൂടെ പഴയ ഗ്രീസ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇതുവരെ ബാക്കിയുള്ള ഒരു ബ്ലാക്ക് ഓയിൽ ഓർഡറിനും നിലവിലിപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനത്തെ നല്ല സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്പെഷ്യലൈസ് ചെയ്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു കട്ടിങ് കപ്പാസിറ്റി ആണ് കേട്ടോ. സാധാരണ നോർമലി നമുക്ക് ബ്ലാക്ക് ഓയിൽ ഓർഡറിൻ്റെ CC എന്ന് പറയുന്നത് 3800 ആണ് അല്ലേ, 3800 ആണ്. പക്ഷേങ്കിൽ ഈ ബ്ലാക്ക് ഓയിൽ ഓർഡറിൻ്റെ മീൻസ് ഈ ബുള്ളിൻ്റെ CC എന്ന് പറയുന്നത് 4800 CC ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് ബാക്കറ്റ് ആണെങ്കിലും ബാക്ക് ബാക്കറ്റ് ആണെങ്കിലും അതിൻ്റെ ഷേപ്പ് വളരെ ഷാർപ്പായിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ഓയിൽ ഓർഡർ യൂസ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനും മാറ്റവും കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റാണ്, ലോഡിങ് ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുമ്പം നമുക്ക് വലിയ ടോർസിലോട്ട് കാര്യങ്ങൾക്കൊക്കെ ടോർസിലേക്കൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ മെറ്റീരിയൽസൊക്കെ തട്ടണമെങ്കിൽ നല്ല ഹൈറ്റ്, ഒരു 10 ഫീറ്റ് ഹൈറ്റിൽ നമുക്ക് തട്ടാൻ കഴിയും. ബാക്കിയുള്ള വെഹിക്കിൾസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ഹൈറ്റിൽ ഇപ്പോൾ നിലവിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കമ്പനി വരുത്തിയിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോസിങ് പവറാണ് കേട്ടോ. ഡോസിങ് പവറും സ്വിങ്ങിങ് പവറും അത് ഹെവിയാണ്. ഇപ്പോൾ സാധാരണ നോർമലി ഉള്ള വാഹനങ്ങളെക്കാളിലും കൂടുതലായിട്ട് പവർ കൂട്ടിയിട്ട് നമ്മുടെ ചേസിൽ വന്നിട്ട് തട്ടാത്ത രീതിയിൽ ആ ഒരു പ്രൊഡക്ഷൻ ഇതിനകത്ത്, ഈ ഒരു മാറ്റം ഇതിനകത്ത് ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് ഓയിൽ ഓർഡർ സാധാരണ നോർമലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സംഭവം എന്താക്കുക, അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ പറയുന്ന കമ്പനീൻ്റെ A to Z ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇന്നർ സൈഡ് ഒന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങൾ അവിടെയും മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ വരുന്ന എൻജിൻ എന്ന് പറയുന്നത് BS4 മെക്കാനിക്കൽ എൻജിനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻസർ കുറവാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈ പവർ ആൻഡ് ഹൈ ടോർക്കാണ് കേട്ടോ. നമുക്ക്
നമുക്ക് സാധാരണ ഒരു നോർമലി 4 വീൽ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന എങ്ങനെയാണോ, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ മീൻസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു എന്താ പറയുക മൂവ്മെൻറ്റിനൊന്നും ഒരു അധികം താമസമൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു വണ്ടി മാനുഫാക്ചറിങ് നടത്തിയിട്ടിരിക്കുന്നത്. ഒരു പ്രത്യേക തന്നെ നല്ലൊരു കിടിലൻ ഷേപ്പിൽ തന്നെയാണ് ഇപ്പം വണ്ടി. ഒരുപാട് ഷേപ്പ് വ്യത്യാസവും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു ടെറർ ലുക്കിലോട്ട് സാധനം എന്താക്കുക, അതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളൊക്കെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ സൈഡ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, വൺ ഓഫ് ദ മെയിൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റം വരുത്തിയേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ആട്ടോ. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് പൊക്കാനും താത്താനും ഒക്കെ പറ്റും. കണ്ടോ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് വരാണ്ട. അപ്പോൾ ഓപ്പറേറ്റർക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ട് വേണ്ടത് ആ ഒരു രീതിക്ക് നമുക്കിത് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ട് യൂസ് ആക്കാൻ പറ്റും. ഗായ്സ്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്താണ് കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ, അധികം താമസമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റിയറിംഗ് കൺട്രോള്, അതേപോലെ ക്യാബിൻ നോക്കുവാണെങ്കിൽ AC ഉണ്ട്, നോൺ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ അവൈലബിൾ ആണ്. എയറോഡൈനാമിക് ഡിസൈനിലാണ് ഇതിൻ്റെ ഈ ഒരു പോർഷൻ നമ്മളെ ഡ്രൈവർ ക്യാബിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം, എന്നിട്ട് സെറ്റാക്കാം. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവും ടെസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവർ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ AC നോൺ AC കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ വണ്ടി. അപ്പോൾ 4 വീൽ ഡ്രൈവും 2 വീൽ ഡ്രൈവും കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.